ഇത് സെയിന്റ് ആന്റണീസ് ചർച്ച് കനകമല. നമ്മുടെ കനകമല കുരിശുമുടിയിലേക്ക് പോണ വഴിക്ക് അടിവാരത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത്. ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം ഫെമിയെ? സുഖം. നമ്മളിപ്പോ എവിടെയാ? നമ്മള് കനകമലയില്. അപ്പോ ഞങ്ങള് അന്നക്കുട്ടി ഹാപ്പി അല്ലേ? എങ്ങനെ കനകമല ട്രിപ്പ്? സൂപ്പർ. ഞങ്ങള് വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ കനകമല, ഈ ക്രിസ്ത്യൻസിന്റെ നോമ്പ് കാലത്ത് നമ്മൾ മല കയറാൻ വന്നതാണ്. കനകമലയിലാണ് ഇപ്പോൾ ഉള്ളത്. കനകമലയിലെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ സമയം രാവിലെ ഒരു 5:15 നമ്മളിത് ഒരു ചായ കുടിച്ച് നമ്മുടെ എടുത്തിരുത്തിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിന് നമ്മൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ ലക്ഷ്യം കനകമല കുരിശുമുടി. നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ എടുത്തിരുത്തിയും കാട്ടൂരും ഇരിഞ്ഞാലക്കുട ഡാണാവൊക്കെ കടന്ന് നമ്മളിത് ചാലക്കുടി റൂട്ടിലേക്ക് കടക്കണ്. അവിടുന്ന് നമ്മളിതേ കനകമലയിലെത്തി. നേരം പരപര വെളുത്തു തുടങ്ങി. സമയം 6 മണി കഴിഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ ലൈറ്റുകളൊന്നും ഓഫ് ആയിട്ടില്ല. നേരം വെളുത്തു വരണുള്ള അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ മല കയറുന്നുണ്ട്. കൊടകര സെൻട്രിൽ നിന്ന് 3 കിലോമീറ്റർ. നമ്മുടെ കൊടകര എന്ന് പറയുന്നത് NH 554, പണ്ടത്തെ NH 47. ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആദ്യത്തെ 7 സ്ഥലങ്ങൾ നമ്മൾ കുരിശിന്റെ വഴി വിയാസാഗര ചെല്ലി മലമുകളിലേക്ക് കയറും. അതിലെ ആദ്യത്തെ 7 സ്ഥലങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ 7 സ്ഥലങ്ങളിലെ കാഴ്ചകൾ മാത്രം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. സ്നേഹത്തിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും കർത്താവിനെ ഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടത്തെ ഒന്ന് നോക്കുക. ചമട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവർ കുറ്റക്കാർക്കായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപ്പോലെ സമചിത്തതയോടെ സഹിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണ്, രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങൾ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. സ്ഥലത്തുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ഞാനും അന്നക്കുട്ടിയും ഫെമിയും കൂടി മലകയറ്റം ആരംഭിച്ചു. പരമാവധി ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെയുള്ള വീഡിയോ കാണാത്ത ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ പരമാവധി ആൾക്കാർ ശ്രമിക്കുക. എങ്ങനെയുണ്ട് ഫെമിയെ? മലകയറ്റം ആരംഭിച്ചു. യാത്ര എങ്ങനെയുണ്ട്? അപ്പൊ മലകയറ്റൊക്കെ ആരംഭിച്ചു. അന്നക്കുട്ടി എങ്ങനെയുണ്ട്? അന്നക്കുട്ടി കഴിഞ്ഞ കൊല്ലം കയറിണ്ട്. ഫെമി ആദ്യമായിട്ടാണോ? അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കാണുമ്പോ? എങ്ങനെ തോന്നുന്നു? അറിയില്ല, കേറി തുടങ്ങിയിട്ടുള്ളൂ.
തുടങ്ങി. പകുതി എത്തുമ്പോൾ പറയാം. ഓക്കെ. ഈ 50 നോമ്പിന്റെ ഇടയിൽ എല്ലാ ദിവസവും മല കയറുന്ന ഒരു അമ്മാമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ആ അമ്മാമേനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ രാവിലെ വന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അമ്മാമ ഇപ്രാവശ്യം മല കയറാൻ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ വന്നിരുന്നു, ഞാൻ അമ്മാമേനെ കണ്ടിരുന്നു. ഒന്നാം സ്ഥലം കഴിഞ്ഞ് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. അത്യാവശ്യം ഇങ്ങനത്തെ പാറകളൊക്കെ നിറഞ്ഞ വഴിയാണ്. അധികം വിസ്താരമൊന്നുമില്ല, പക്ഷെ അധികം ആളും തിരക്കില്ലാത്തതുകൊണ്ട് നല്ല സേഫായിട്ട് നമുക്ക് പതുക്കനെ വന്ന് കയറി ഇറങ്ങി പോവാം. രാവിലെയൊക്കെ വരികയാണെങ്കിൽ ആള് കുറവായിരിക്കും. അപ്പോൾ അധികം പൊടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് പോവാം. രണ്ടാം സ്ഥലത്തെ പ്രാർത്ഥനകൾ തുടങ്ങണം. രണ്ടാം സ്ഥലം ഈശോമിശിഹായെ കുരിശിൽ ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ കുരിശിനാൽ അങ്ങ് ലോകത്തെ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോഴെവിടെ? ഓശാന പാടി എഴുന്നേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരു ആശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഫെമി മല കയറി വരുന്നുണ്ട്. ഞാൻ എന്നെ കുട്ടിയും കുറച്ചും കൂടി ദൂരം പിന്നിട്ടു. പ്രഭാതത്തിലുള്ള ഈ ഭംഗി കനകമലയുടെ ഇത് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരേട്ടാ. തൃശ്ശൂർ ജില്ലയിൽ കൊടകരയ്ക്കടുത്ത് നമ്മുടെ മലയാറ്റൂർ പോലെ തന്നെ പ്രസിദ്ധമായി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കനകമല. എന്താണ് ഇതിൻ്റെ ഭംഗി നോക്കി. നമ്മളങ്ങനെ മൂന്നാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൂന്നാം സ്ഥലത്തെ പ്രാർത്ഥനകൾ എല്ലാം പോകണം. മൂന്നാം സ്ഥലം ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കൈക്കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. ജൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവരാരുമില്ല. ഓടി ഒളിക്കാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ നമ്പിച്ചതുവാണമേ. ഞങ്ങളങ്ങനെ മൂന്നാം സ്ഥലം പിന്നിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഫെമി? അടിപൊളിയല്ലേ? അടിപൊളിയാ. ഫെമിയുടെ മുഖത്ത് അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയുണ്ട് എന്നെ കുട്ടിയെ? പൊളി, അടിപൊളി. വേണ്ട, ഇത് ഒരു അടിപൊളി വൈബാണ്. ഈ നോമ്പ് കാലത്ത് എല്ലാവരും വേണ്ട പോരേട്ടാ. കനകമല മറക്കണ്ട. അന്നക്കുട്ടിയൊക്കെ പയറ് പോലെ വേണ്ട പറക്കണു. അന്നക്കുട്ടി പറക്കണ കാഴ്ചന് കാണട്ടാ കനകമലയിൽ. ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ റേഞ്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അടിവാരം പള്ളിയിൽ ഇത് കുർബാന കഴിഞ്ഞിട്ടില്ല. പള്ളി അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഫെമി ഇതേ പുറകിൽ വരുന്നുണ്ട്. ഞാൻ കയറുന്നുണ്ട്. അന്നക്കുട്ടി ഓൾറെഡി കയറി മുകളിലേക്ക് പോയി. അപ്പം അതിൻ്റെ അർത്ഥം പിള്ളേർക്കൊന്നും അത്ര വലിയ വിഷയമുള്ള സ്ഥലമൊന്നുമല്ല കനകമല. അന്നക്കുട്ടി ഇതേ നമ്മളെക്കാളൊക്കെ മുന്നേ വന്ന് 4ാം സ്ഥലത്ത് സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടാ. അത്യാവശ്യം കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇട ദിവസമൊക്കെ വളരെ കുറവ് ആൾക്കാരാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സേഫായിട്ട് എല്ലാവർക്കും വന്ന് പോകാൻ പറ്റും. അതായത് നമ്മൾ 4ാം സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതൊരു തികച്ചും നോമ്പ് കാലത്തെ പ്രാർത്ഥനയിലൂടെ പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ.
നമ്മളങ്ങനെ 4-ാം സ്ഥലത്തെ പ്രാർത്ഥനകൾ തുടങ്ങി. ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിൻ്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായ ശിമിയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിധിക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ മാതാവിൻ്റെ സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമിച്ചത് ഇവിടെ കയറുമ്പോൾ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വായിച്ച് നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. നമ്മൾ ഏകദേശം 5-ാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫെമി വരണുള്ളൂ. അങ്ങനെ ഞങ്ങൾ 5-ാം സ്ഥലം. രാവിലെ 6:10 അവിടെ മലമുകളിൽ കുർബാന ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ പറയുന്നത് കേട്ടോ. ഏകദേശം അപ്പോൾ 7 മണി കഴിഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് കുർബാനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ കുർബാന കിട്ടില്ല. കുർബാന കിട്ടണം എന്നുള്ളൊരു 6 മണിയാകുമ്പോഴേക്കും മലേനെ മുകളിലെത്തണം. രാവിലത്തെ മലമുകളിലെ കുർബാന. 5-ാം സ്ഥലത്ത് ഇപ്പോൾ ഫെമിക്ക് ഒരു ഡൗട്ട്. സംഭവം കിതയ്ക്കാൻ നേരം കിട്ടാൻ വേണ്ടി ഫെമി എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതാണ്. എന്നാലും നിങ്ങളും ഇതിനൊരു ഉത്തരം താട്ടാ. കണ്ടാ ഈ പാറ കണ്ട, പാറ എത്ര ഹൈറ്റിലാണ്. ഈ പാറയമേ എങ്ങനെയാണ് പേര് എഴുതിയെന്നാണ് ഫെമി ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെരിഞ്ഞ് നിൽക്കുന്ന പാറയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. 5-ാം സ്ഥലം ശിമോൻ ഈശോ മിശിഹായെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടി മുന്നോട്ട് പോകാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവറിൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റോപ്പസിൻ്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയുടെ സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശ് തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാവും. എൻ്റെ അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. 5-ാം സ്ഥലം പിന്നിട്ട് നമ്മുടെ യാത്ര തുടരാണ്. അന്നക്കുട്ടി ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ വീഴും. ഇപ്പൊ കനകമലയുടെ ഭംഗിയൊക്കെ കണ്ട് നമുക്കിങ്ങനെ കയറാം. ഇതിലേക്ക് കനകമലയിലെ ആകെയുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വീതി കുറവാണ്. ഈ കാണുന്ന വഴിയുള്ളൂ. ഈ കാണുന്ന വഴിയുടെ ഉള്ളിൽ കൂടെ പരമാവധി ശ്രദ്ധിച്ച് കയറണം. കയറിനേക്കാളും ബുദ്ധിമുട്ട് ഇറങ്ങുമ്പോഴാണ് സാധ്യത. കയറുമ്പോൾ അത്ര കുഴപ്പമുണ്ടാവില്ല. അന്നക്കുട്ടി ഞങ്ങളെക്കാളും മുന്നേ അടുത്ത സ്ഥലത്തെത്തി. അവിടെ ഇരിപ്പായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു.
ആൾക്കാർ കുറച്ച് ആൾക്കാരായിട്ട് കുർബാനയ്ക്ക് പോയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരൊക്കെ മല ഇറങ്ങി തുടങ്ങി. അങ്ങനെ 6ാം സ്ഥലത്തെ പ്രാർത്ഥന എത്തിക്കാൻ പോകണം നമ്മൾ. 6ാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തിയ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തൻ്റെ തൂവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 50 നോമ്പായിട്ട് നമ്മുടെ പള്ളിയിൽ നിന്ന്, ഇടവക ദേവാലയം എടത്തിരുത്തി ഫൊറോന പള്ളിയിൽ നിന്ന് കണ്ട ഒരു കുരിശൊക്കെ തന്നിട്ടുണ്ട്. ആ കുരിശൊക്കെ നമ്മുടെ കഴുത്തിലുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഫെമി വിയർത്ത് കുളിച്ചു എന്നാണ് പറയണത്. എന്നാലും കയറി വരണ്ട്. ഏകദേശം നമ്മൾ മല കയറി പകുതി വഴി പിന്നിട്ടിരിക്കുന്നു. 7ാം സ്ഥലത്തിനോട് ഇതേ അടുത്ത്. അന്നക്കുട്ടിയൊക്കെ കയറിയേ പോയി. അന്നക്കുട്ടി പുഷ്പം പോലെയാണ് കയറിപ്പോണം. ഇതിൻ്റെ വഴി ദുർഘടം പിടിച്ചാണ്, അധികം ഇല്ല, അത്ര ഉള്ളൂ. ശ്രദ്ധിച്ച് കയറണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായ അടിവാരം. നിങ്ങൾ എവിടെ നിന്ന് വരണേ? ഇവിടെ നാട്ടുകാർ തന്നെയാണ് അല്ലേ? എങ്ങനെയുണ്ട്? എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും ഈ നോമ്പ് സമയത്ത് കയറാറുണ്ട്. നിന്റെ പേരെന്നാ? ഇവാന. അപ്പോൾ അടിപൊളിയല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബായ്. ഞങ്ങളങ്ങനെ 14 സ്ഥലങ്ങളുള്ളതിൽ പകുതി സ്ഥലമായ 7ാം സ്ഥലത്ത് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഫെമീനെ വെയിറ്റ് ചെയ്ത് അന്നക്കുട്ടി ആദ്യം തന്നെ കയറിയിരിക്കുന്നുണ്ട്. ഫെമീന നടന്ന് കയറി വരുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കയറി തുടങ്ങിയിട്ടാണ്. വരുന്നുണ്ടെങ്കിൽ ഒരു 6 മണിയാകുമ്പോഴേക്കും മലയുടെ മുകളിൽ എത്തിയ നല്ല കാഴ്ചകളുമാണ്. അധികം വെയിലില്ലാത്ത നമുക്ക് കയറി ഇറങ്ങി ഭംഗിയായിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ പകുതി സ്ഥലം പിന്നിട്ട് 7ാം സ്ഥലത്തെ പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ്. 7ാം സ്ഥലം ഈശോ മിശിഹ 2ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് ഇതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞാൻ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വരികയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അന്നക്കുട്ടി ഇവിടെ 7ാം സ്ഥലത്ത്, കനകമലയിൽ 7ാം സ്ഥലത്ത് നമുക്ക് കുടിവെള്ളം എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജലം പാഴാക്കാണ്ട് എല്ലാവരും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക. നല്ലപോലെ വിയർക്കണൊക്കെ ഉണ്ടെങ്കിൽ, കിതക്കിനൊക്കെ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സൗകര്യം പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പിള്ളേർ വരുന്നുണ്ട്. ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹലോ ഗൈസ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, ലിറ്റിൽ കിങ്ഡം ഓഫ് JOE. അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ നിങ്ങളതിലുണ്ടാവും. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല? ക്ഷീണമൊന്നുമില്ല? കണ്ടാ, പിള്ളേരൊക്കെ പയറ് പോലെയാണ് കയറിയിട്ട് ഇറങ്ങണേ. ഒരു പ്രശ്നവുമില്ല. അടിപൊളിയല്ലേ? ഇഷ്ടമായില്ലേ? സെറ്റല്ലേ? ഓക്കെ. മല കയറുന്നതിൻ്റെ ഇടയിൽ കണ്ട നല്ല കശുവണ്ടി, കശുമാങ്ങ ഒക്കെ ഉണ്ടാവുന്നുണ്ട്.
ഒരു ഭംഗിയുള്ള കാഴ്ചയായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ അതാണ് നിങ്ങൾ. അപ്പോൾ ആൾക്കാർ ഇടയിൽ കയറേണ്ട ഇടയിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കണ്ട. അപ്പോൾ അങ്ങനെ അവരൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫെമി എന്തായെന്ന് നോക്കട്ടെ കേട്ടോ. അന്നക്കുട്ടി ഇതേ 8ാം സ്ഥലത്ത് കയറി ഇരിപ്പായിട്ടുണ്ട്. നമ്മുടെ കനകമലയിലെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.